കുഴപ്പമില്ല, ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരിക്കും, വലിയ ലാഗൊന്നും ഞാൻ അടുപ്പിക്കില്ല. ഇന്ന് എന്തൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട്, എന്ത് ടോപ്പിക്കാണ് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ, പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു പിന്നെന്ത് പറയണം. അങ്ങനെയാണ് ഞാൻ തുടക്കം സിനിമയുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടത്. അപ്പം അതിൽ മാതൃഭൂമിയിലത്തെ ഇൻ്റർവ്യൂ ആണ് ഞാൻ കണ്ടത്. കുറേ ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിസ്മയ മോഹൻലാലിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ട്. അപ്പം അതിന് മുപ്പൊരാൾ പറയണൊരു ആൻസർ എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആയിട്ട് തോന്നി. ഞാൻ എന്ത് വേണമെങ്കിൽ പറയും, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ എന്നല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അതപ്പുറത്തൊരാൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അതാളുടെ ചോയ്സാണ്. എനിക്ക് അവരെ തിരുത്താൻ പറ്റില്ല, അവർക്ക് എന്നെ തിരുത്താൻ പറ്റില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ലാലേട്ടനും ഒരു സംഭവം പറയുന്നുണ്ട്, നമ്മൾ അത്രയും ഫേമസ് ആകുമ്പോഴാണ് വായ തുറന്ന പ്രശ്നം വരാം. ഇപ്പോൾ ഒന്നല്ലാത്തൊരു ടൈമിൽ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ കുറച്ച് ഫേമസ് ആയി, നാലാൾക്കാർ അറിയും, അല്ലെങ്കിൽ നമ്മളെ കാണാനും കേൾക്കാനും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അതിൽ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടാവും. അപ്പോൾ ലാലേട്ടനും പേടിയാണ്, പക്ഷെ ലാലേട്ടൻ ആരും കുറ്റം പറയാറില്ല എന്നൊക്കെ വിസ്മയ എന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ആരെയും കുറ്റം പറയണ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ. സോ അതെനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. സുചിത്ര മാമും അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളെ വളർത്തിയിട്ടുള്ളത് അവർക്ക് എന്ത് ചോയ്സ് വേണമെങ്കിൽ ചെയ്യാം, അല്ലാണ്ട് ഞങ്ങളുടെ ചോയ്സ് അല്ല അവരുടെ ചോയ്സ്. അവർക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ച് ആയിട്ടാണ് ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ പോലും തുറന്നിരിക്കുമ്പോൾ എന്ത് പറഞ്ഞാലാണ് ശരിയായിട്ട് എടുക്കുക, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് കുഴപ്പമില്ലാണ്ടിരിക്കുക, എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമ്മൾ പേടിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയണം. എനിക്കിപ്പോൾ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല, ഞാൻ അത്ര വലിയ ഫേമസ് ഒന്നുമല്ല. പക്ഷേ ഒരു നാൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം പ്രശ്നം. സോ അതെനിക്ക് പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. ആരാണ് ഇവിടെ സ്വന്തം അഭിപ്രായം മര്യാദയ്ക്ക് പറയണേ? വളരെ കുറച്ച് പേരിലുള്ളൂ. ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയും മറ്റൊരാളുടെ അടുത്ത്. സംഭവം സത്യം എപ്പോഴും കൈപ്പേറിയതാണ്. പക്ഷേ നമ്മുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും തമ്മിൽ എന്തെങ്കിലും മാച്ച് ആവുന്നുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരിനെ കുറിച്ചിട്ടോ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റും? കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ചൂടേറിയ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുമോ? ഹോട്ട് ടോപ്പിക് ഇപ്പം ഉണ്ടാവണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു ചർച്ചാ വിഷയം ഉണ്ടാവണോ, അതിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തായി മാറും? കുറേ പേർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ നെയിംസ് ടിപ്പിക്കൽ ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ റിയാക്ഷൻ ടൈം വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് പറയണോ അപ്പോൾ തന്നെ എൻ്റെ റിയാക്ഷൻ കിട്ടും. ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റിയാക്ഷൻസും എല്ലാതും എന്നോട് പേഴ്സണലി ആൾക്കാർ പറയുകയും ചെയ്യും, ചിലപ്പോൾ കമൻ്റായിട്ടും പറയുകയും ചെയ്യും. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും എനിക്കിഷ്ടമുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. തോന്നി മാസം പറയാനല്ല, എനിക്കിഷ്ടമുള്ളത് പറയാം. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ആദ്യം എന്താണ് ഞാനെന്ന് അറിയാനും എൻ്റെ ചെറിയ ഇഷ്ടങ്ങൾ പറഞ്ഞ് മൈൽഡായിട്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ കുറച്ച് വീഡിയോസ് കഴിഞ്ഞു, എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതും എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പൊതുവേ ഒരാൾ ചോദിക്കുമ്പോൾ പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ ഇനിയും ഞാൻ പറയും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ആഗ്രഹമുള്ളത് എനിക്ക് തുറന്ന് പറയാൻ പറ്റണം, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണം. ഞാൻ എന്താണോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലത്തെ ചിന്താഗതി എന്താണോ അതെനിക്ക് ബാക്കിയുള്ളവരോട് പറയാൻ പറ്റണം. അതിനപ്പുറത്തുനിന്ന് എന്താണ് റിയാക്ഷൻ വരുന്നതെന്നുള്ളത് അത് ഞാൻ നല്ലത് നോക്കിയിട്ട് എടുക്കുകയുള്ളൂ. എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ഞാൻ എടുക്കുകയുള്ളൂ. എൻ്റെ ശരികളാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ പോകണം, അങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും
ഇപ്പോൾ നടക്കുന്ന കുറേ കാര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് വന്നതും ഇങ്ങനെ നമ്മൾ ഓഫ് കോഴ്സ് യൂട്യൂബ്, ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ ത്രെഡ്സും അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാലും കുറച്ച് ഇതായി നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നി. പ്രശ്നങ്ങളല്ല, നമ്മളെടുക്കണ പോലെ ഇരിക്കും എന്താണ് പ്രശ്നം, എന്താണ് ശരി, എന്താണ് തെറ്റെന്നുള്ളത്. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാലും ഡൗൺ ആവാൻ പാടില്ല. ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കും, എൻ്റെ അഭിപ്രായങ്ങൾ തുടരും. ഇതൊരു കണ്ടൻറ് ബേസ്ഡ് വീഡിയോ എന്നല്ല. എനിക്കിത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഇനി തൊട്ടെന്ന് ഉള്ളത് നിങ്ങളോട് പറയാനുള്ളൊരു വീഡിയോ മാത്രമായിരിക്കും. സോ അതൊക്കെയാണ്. ഇറ്റ്സ് മീ ഷൈസാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ എന്തായാലും എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.